വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാരെ, നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുളിഹിറുസുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈദ് റബീഹിൻ്റെ വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സാർത്ഥകമായ യൗവന കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരൽപ്പം ചിന്തകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എക്കാലത്തും യൗവന കാലഘട്ടത്തെക്കുറിച്ച് ഒരു പ്രശ്നമായാണ് സമൂഹം വിലയിരുത്താറുള്ളത്. സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്നതും മദ്യപിച്ച് നിലമിറക്കുന്നതും വിനോദങ്ങളിൽ അഭിനമിക്കുന്നതും ഉൾപ്പെടെ യൗവനത്തിൻ്റെ പല പ്രവണതകളും സമൂഹത്തെ അസ്വസ്ഥമാക്കുന്നു. അവരുടെ കുടുംബവും അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹവും അതിൻ്റെ പേരിൽ തീറ്റുന്നു. എന്നാൽ യുവത്വം ഒരു സാധ്യതയാണെന്നും അവരുടെ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചുവിടുവാൻ സമൂഹത്തിനും ഭരണകൂടങ്ങൾക്കും കഴിയാതെ പോവുകയാണെന്നുമുള്ള ഒരു ബോധ്യമാണ് മേൽപ്പറഞ്ഞ അസ്വസ്ഥതകളെക്കാളുപരി നമുക്കുണ്ടാകേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ആരോഗ്യമുള്ള മാനുഷിക വിഭവത്തെക്കാൾ വലിയ സമ്പാദ്യമില്ല. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ അതിനുപയുക്തമാകുന്ന അജണ്ടകൾ യുവതയ്ക്ക് നിർണയിച്ചു നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ശരി. കക്ഷി രാഷ്ട്രീയത്തിന്റെ സംഘർഷങ്ങൾക്കപ്പുറത്തേക്ക് വിശാലതയുള്ള രാഷ്ട്രീയമോ രാഷ്ട്രബോധമോ നമ്മുടെ യുവതയ്ക്കില്ല. വിവാദങ്ങളുടെ പേരിലല്ലാതെ നമ്മുടെ സർവകലാശാലകൾ ചർച്ചയിൽ ഇടം പിടിക്കാറില്ല. ഒരു കായിക മത്സരത്തിന്റെ ഗ്യാലറിയിൽ ഇരിക്കുമ്പോഴും പുതുതായി റിലീസ് ചെയ്യുന്ന സിനിമയുടെ ആരവങ്ങൾക്കിടയിലും പ്രകടിപ്പിക്കുന്ന ആവേശത്തെക്കാൾ അവർ ഉത്തേജിതരാകുന്ന മറ്റൊരു നിമിഷവും നമുക്ക് കാണാനാകുന്നില്ല. യൗവനത്തിന് അജണ്ട നൽകാനാകാത്ത സാമൂഹിക ഭരണ സംവിധാനങ്ങളാണ് ഈ പരിസ്ഥിതിയുടെ യഥാർത്ഥ ഉത്തരവാദികൾ. യുവത്വം ഒരു ബഹുമതിയായാണ് ഇസ്ലാം കണക്കാക്കുന്നത്. യൗവനത്തിന്റെ മഹത്വം വിളംബരപ്പെടുത്തുന്ന ഖുർആൻ ശകലങ്ങളും നബി വചനങ്ങളും നിരവധിയാണ്. അനീതിയെ ചെറുത്ത് നിന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുമ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാക്കളിൽ വിശ്വസിച്ച യുവാക്കളായിരുന്നു എന്ന് പറഞ്ഞാണ് ഖുർആൻ തുടങ്ങുന്നത് തന്നെ. വാർദ്ധക്യത്തിലുള്ള ആരാധനയേക്കാൾ യുവത്വത്തിലുള്ള ആരാധനയ്ക്ക് കൂടുതൽ പ്രതിഫലമുണ്ടാകുമെന്ന് ഖുർആൻ സൂക്തങ്ങളെ വ്യാഖ്യാനിച്ച് എഴുതിയ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. യുവത്വത്തെ പ്രകീർത്തിക്കുന്നതിനോടൊപ്പം അവരുടെ ദൗത്യത്തിലേക്ക് കൃത്യമായി ദിശ നിർണ്ണയിക്കുന്നുണ്ട് ഇസ്ലാം. യുവാവായിരിക്കുമ്പോൾ അല്ലാതെ അല്ലാഹു ഒരാളെയും പ്രവാചകനായി നിയോഗിച്ചിട്ടില്ല എന്നും ഒരു പണ്ഡിതനും യുവാവായിരിക്കുമ്പോൾ അല്ലാതെ അറിവ് തേടി വന്നിട്ടില്ല എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. യൗവനത്തിന്റെ ദൗത്യത്തെ അടയാളപ്പെടുത്തുന്ന വാക്കുകളാണിത്. അറിവന്വേഷണങ്ങളുടെ കാലവും യുവത്വം എന്ന ബോധ്യവുമാണ് അത് നൽകുന്നത്. അപ്രകാരം തന്നെ എല്ലാ തിന്മകളെയും വകഞ്ഞു മാറ്റി സർവതല സ്പർശിയായ മാറ്റങ്ങൾ സാധ്യമാക്കിയ പ്രവാചകന്മാർ യുവത്വത്തിന്റെ പ്രതിനിധികളാണെന്ന പ്രഖ്യാപനം ഓരോ യുവാവിന്റെയും മനസ്സിൽ തുറന്നിടുന്ന പ്രവർത്തന വഴികൾ അനേകം തലങ്ങളിലേക്ക് പരന്നു കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ആരാധനയിലായി ജീവിക്കുന്ന യുവാവിനെ ഉഗ്രപ്രതാപിയായ സൂര്യൻ തലയോട് ചേർന്ന് നിന്ന് കത്തിയാളുന്ന മഹ്ശറയിൽ ഹർഷിന്റെ തണലുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദാനം ഓരോ യുവാവിനെയും തന്റെ പ്രവർത്തന വഴികളിലേക്കാണ് പ്രചോദിപ്പിക്കുന്നത്. നാഥന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയും അറിവിന്റെയും സേവനത്തിന്റെയും വഴിയിൽ സമർപ്പിതരാവുകയുമാണ് താൻ ചെയ്യേണ്ടതെന്ന് എല്ലാ യുവാക്കൾക്കും തിരിച്ചറിവ് നൽകാൻ ഈ തിരുവചനത്തിന് കരുത്തുണ്ട്. അസാധ്യമാണെന്ന് തോന്നുന്നത് പോലും യാഥാർത്ഥ്യമാക്കാൻ യൗവനത്തിന്റെ ഊർജ്ജസ്വരതയ്ക്ക് കഴിയുമെന്ന് ഇസ്ലാം ചരിത്രത്തിൽ പല കുറി വിളംബരപ്പെടുത്തിയിരിക്കുന്നു. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചെഴുതാൻ തീരുമാനിച്ച് ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ദൗത്യം സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചപ്പോൾ സംശയിച്ചു നിന്ന അദ്ദേഹത്തിന് ഖലീഫ ആത്മവിശ്വാസം നൽകിയത് നിങ്ങൾ ബുദ്ധിമാനായ യുവാവാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചതറിഞ്ഞ് ഖുറൈശികൾ അവിടുത്തെ വധിക്കാൻ ഉദ്യമിച്ച രാത്രിയിൽ ദൈവദൂതൻ ആവിഷ്കരിച്ച തന്ത്രം നമുക്കറിയാമല്ലോ. തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ യുവാവായ അലി റളിയല്ലാഹു അൻഹുവിനോട് തിരുമേനി ആവശ്യപ്പെട്ടു. മരണമുഖത്താണ് താൻ കിടക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു യുവാവായ അലി റളിയല്ലാഹു അൻഹു അന്ന് ആ സാഹസത്തിന് മുതിർന്നത്. അള്ളാഹുവിന്റെയും ദൈവദൂതന്റെയും മാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധനായി ആത്മനിർവൃതി അനുഭവിച്ച് അദ്ദേഹം വിരിപ്പിൽ കൊടുക്കുകയായിരുന്നു. ശത്രുകൂടാലോചനയിൽ നിന്ന് അങ്ങനെ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെടുകയും ഇസ്ലാമിക പ്രബോധനം വ്യാപകമാവുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഹോദരി ഫാത്തിമ 20 വയസ്സ് തികയും മുമ്പ് ഇസ്ലാം സ്വീകരിച്ച യുവതിയായിരുന്നു. സഹോദരന്റെ കാർക്കശ സ്വഭാവം ഭയന്നുകൊണ്ട് അവരാ യാഥാർത്ഥ്യം മറച്ചു വെച്ചു. പക്ഷേ ഉമർ അതറിയാനിടയായി. പ്രകോപിതനായിക്കൊണ്ട് ഉമർ ഫാത്തിമയുടെ വീട്ടിൽ ചെന്നു. നീ പിഴച്ചു പോയല്ലേ എന്ന് അലറിക്കൊണ്ട് അവിടുന്ന് ചോദിച്ചു. അവളെ അടിച്ചു വീഴ്ത്തി ഭർത്താവിനെ ചവിട്ടി താഴെയിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്നു. തടയാൻ ചെന്ന ഫാത്തിമയുടെ മുഖത്തടിച്ചോ. അവൾ വിതുമ്പി. തടയാൻ ചെന്ന ഫാത്തിമയുടെ മുഖത്തടിച്ചോ. അവളതാ ഉമറിനോട് വിതുമ്പി, എടാ ദൈവ വിരോധി, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചതിനാണോ നീ എന്നെ അടിച്ചത്? ഖത്താബിന്റെ മകനെ, നിന്റെ ഇഷ്ടാനുഷ്ടം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. നീ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊള്ളുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.